നമ്മുടെ പെങ്ങളൂട്ടിയെക്കുറിച്ച് നാട്ടിലെ പിള്ളേർക്കെല്ലാം വലിയ മതിപ്പാണ്. 5 വർഷം മുമ്പ് ലോക്സഭയിലേക്ക് പാട്ടും പാടിപ്പോയ ആ പെങ്ങളൂട്ടിയെക്കുറിച്ച് ആ നാട്ടിലെ വിദ്യാർത്ഥികളോട് സംഘപരിവാർ ചാനലായിട്ടുള്ള BJP കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ഒന്ന് വെള്ളപൂശാൻ ഇറങ്ങിയതാണ്. പുതിയ കാലത്തെ പിള്ളേരുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അടിമക്കണ്ണന്മാർക്ക് അറിയില്ലല്ലോ. നേരെ ഇലക്ഷൻ വർക്ക് പോലെ ക്യാമ്പസുകളിൽ ചെന്ന് ചില പടുവാഴകളെയെല്ലാം വെള്ള പൂശിയെടുക്കാമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ പിള്ളേരുടെ രാഷ്ട്രീയ ബോധം കണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വളർത്ത് ടീംസ് അന്തം വിട്ടുപോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എമ്മാതിരി മറുപടിയാണ്. പെങ്ങളൂട്ടിയെക്കുറിച്ച് ഇവിടെ കോൺഗ്രസ്സുകാർ ആർത്തലയ്ക്കുമ്പോൾ വസ്തുത എന്താണെന്ന് ഈ വാക്കുകൾ തുറന്നു കാട്ടിത്തരും. ഈ മണ്ഡലത്തിൽ നിന്ന് പാട്ടും പാടി ലോക്സഭയിലേക്ക് പോയ ഒരു MP ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. ചോദിച്ചു നോക്കാം. അപ്പോ ആരാണ് MP? ആരാണ് MP? ഓക്കെ ഇവിടുത്തെ MP ആരാണ് MP? രമ്യ ഹരിദാസ്. കാണാറുണ്ടോ? ഇല്ലേ 5 വർഷം മുമ്പ് ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ എത്ര തവണ രമ്യയെ കണ്ടു? കണ്ടിട്ടേ ഇല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. MP ആകുന്നതിന് മുൻപും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. മുൻപ് കണ്ടിട്ടുണ്ട്, MP ആയതിനു ശേഷം പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയാണോ? പാട്ടും പാടി കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ജയിച്ചു, പാലക്കാടിന്റെ പെങ്ങളൂട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ തവണ പാട്ടും പാടി രമ്യ ജയിക്കുവോ? ഇല്ല, സാധ്യതയില്ല. പോയതാണ്, പിന്നെ പാട്ടുമാടി അവിടെ തന്നെ ഇരിപ്പ, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പോയതാണ്, പിന്നെ പാട്ടുമാടി അവിടെ തന്നെ ഇരിപ്പ, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പിള്ളേര് പൊളിയാണെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. വരും തലമുറയിൽ രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പങ്ങളുണ്ട്. അവർ ജനപ്രതിനിധികളെ വിലയിരുത്തുന്നുണ്ട്. പാട്ടും പാടിയും പേക്കൂത്തും കാട്ടി നടന്നാൽ അതുകൊണ്ട് കണ്ണിൽ പൊടിയിടാമെന്നാണ് കരുതുന്നെങ്കിൽ അതൊക്കെ കൈ വെച്ചാൽ മതി എന്നാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. പലരെക്കുറിച്ചുള്ള അഭിപ്രായം ഇതൊക്കെയാണ്. അതായത് നൈസായിട്ട് കാറ്റിനൊത്ത് തൂറ്റി പോകാമെന്ന് കരുതുന്നവർക്ക് വരും കാലങ്ങളിലെ തലമുറ എങ്ങനെയാണ് മാർക്കിടുന്നതെന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നില്ലേ? ഇതാണ് ജനറേഷൻ ഗ്യാപ്പ്. അപ്പോൾ പെങ്ങളൂട്ടിക്ക് പുതിയ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ. പിള്ളേർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പാട്ട് മാത്രമേ ഉള്ളൂ, നാടിനൊരു ഗുണവും ഇല്ല എന്നുള്ള കാര്യം.